നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 250 250. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 15-ാം അധ്യായം ശ്ലോകം 17. വൈമാനികാ സലലനാശ്ചരിതാനി യത്ര ഗായന്തി ലോകശമലക്ഷപണാനി ഭർത്തു അന്തർജലേ അനുവികസൻ മധുമാധവീനാം ഗന്ധേന ഗന്ധിതയോ അഭി അനിലം അപ്യനിലം ക്ഷിപന്താം. ഇതാണ് ശ്ലോകം. ജലമധ്യത്തിൽ ക്രമത്തിൽ വികസിക്കുന്ന വസന്ത ഋതുകാലത്തിൽ തേൻ നിറഞ്ഞിരിക്കുന്ന മുല്ലപ്പൂക്കളുടെ ഗന്ധത്താൽ ഖണ്ഡിക്കപ്പെട്ട ബുദ്ധിവൃത്തിയോടുകൂടിയവരാണെങ്കിലും ബുദ്ധീനെ ഒന്ന് പരീക്ഷിച്ചു എന്നാ അർത്ഥം പറയാം അല്ലേ. ആ പൂവിൻ്റെ ഒരു മണം കാരണേ ഖണ്ഡിക്കപ്പെട്ട ബുദ്ധിവൃത്തിയോടുകൂടിയവരാണെങ്കിലും ആ വായുവിനെ നിസ്സാരമാക്കുന്നവരും, അതായത് ഇന്ദ്രിയ വിജയമുള്ളവർ, സ്ത്രീകളോടുകൂടിയവരുമായ വിമാനവാസികൾ ലോകങ്ങളുടെ കൽമഷങ്ങളെ നശിപ്പിക്കുന്നവയായ സ്വാമിയുടെ ചരിതങ്ങളെ, ഭർതൃ എന്നാണ് വാക്കവിടെ, ഭർത്തു ചരിതാനീന. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ വ്യത്യാസമില്ലാണ്ട് അവരവരുടെ ഭർത്തൃചരിതാനി, സ്വാമിയുടെ ചരിതങ്ങളെന്നാ. പുരുഷൻ്റെയും സ്വാമിയാവാം, സ്ത്രീയുടെയും സ്വാമിയാവാം. സ്വാമി എന്ന് പറഞ്ഞാൽ പ്രഭു. അപ്പോൾ സ്വാമിയുടെ ചരിത്രങ്ങളെ യാതൊന്നിൽ ഗാനം ചെയ്യുന്നു. അതാണ് ഭാഗവതം. ഭാഗവതത്തിൽ ഭഗവാനെ പറ്റിയും ഭഗവാനാൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം ശ്രദ്ധിക്കാം. യാതൊരു ലോകത്തിൽ വിമാനത്തിൽ ഭാര്യാസഹിതന്മാരായിരിക്കുന്നവർ അവിടെ ജലമധ്യത്തിൽ വിരിഞ്ഞു നിൽക്കുന്നവയും മകരന്തം നിറഞ്ഞവയുമായ വസന്ത ഋതുക്കളിലെ പുഷ്പങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധം അവരുടെ ബുദ്ധിവൃത്തിയെ ഖണ്ഡിക്കുവാൻ സമർത്ഥമായിരിക്കുന്നുവെങ്കിലും അവരുടെ ബുദ്ധി ഖണ്ഡിക്കപ്പെട്ടില്ല എന്നർത്ഥം പറയാം. ആ ഗന്ധം വഹിച്ചു വരുന്ന വായുവിനെ നിസ്സാരമാക്കിക്കൊണ്ട് ആ വായു നിമിത്തം മനോവികാരത്തെ പ്രാപിക്കാതെ കണ്ട്, കാരണം എപ്പോൾ പൂവിൻ്റെ ഗന്ധത്തിൽ നമ്മുടെ മനസ്സ് വികാരം കൊണ്ടോ അവിടെ ഈശ്വരനില്ല. അപ്പോൾ പൂവിൻ്റെ ഗന്ധത്തേക്കാൾ നമ്മൾക്ക് ആവശ്യം തന്നിൽ വസിക്കുന്ന ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, ആ ബ്രഹ്മത്തിൻ്റെ മണാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മനോവികാരത്തെ പ്രാപിക്കാതെ കണ്ട് സകല ലോകങ്ങളുടെ കാമക്രോധാദി ദോഷങ്ങളെ ശമിപ്പിച്ച് അന്ധകരണത്തെ പരിശുദ്ധമാക്കുന്നതിന് യോഗ്യങ്ങളായ ഭഗവത് ചരിത്രങ്ങളെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വേറൊന്നും നമ്മൾക്ക് ശാശ്വതമായ സുഖം തരില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. എത്ര വില കൂടിയ മദ്യം കുടിച്ചാലും സ്വന്തം ബുദ്ധി ഇല്ലാതെ കണ്ട് വഷളത്തരായിട്ട് പെരുമാറുക എന്നല്ലാണ്ട് ആണായാലും പെണ്ണായാലും ശാശ്വതമായ ആനന്ദം അനുഭവിക്കണോ, ആധ്യാത്മിക തന്നെ വേണം. ഇനി 18-ാമത്തെ ശ്ലോകം പറയണു. പരാവതാന്യാഭൃതസാരസ ചക്രവാഗദ്ദാത്യൂഹംസ ശുഗതിത്തിരിബർഹിണാം യാ കോലാഹലോ വിരമതേ അചിരമാത്രമുച്ചേർ ബൃംഘാദിപേ ഹരികഥാമിവ ഗായമാനേ. വണ്ടുകളുടെ മുരളിച്ച കൂടി
ഈ ഭഗവാന്റെ ലീലാവിലാസങ്ങളെ ഗാനം ചെയ്യുന്ന സ്വരത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രാവ്, കുയില്, കുളക്കോഴി, ചക്രവാകം എന്ന പക്ഷി, ചാതകം, അരയന്നം, ശുകം എന്ന് പറഞ്ഞ കിളി, തിത്തിരി എന്ന ഒരു ജാതി പക്ഷിവിശേഷം, മയിൽ എന്നിവയുടെ ശബ്ദം വണ്ടുകളുടെ അധിപൻ ഹരികഥയെ എന്ന പോലെ പാടുന്നവരായിരിക്കുമ്പോൾ അല്പസമയം വിരമിക്കുന്നു. അതായത് ഈ പേര് കേട്ട പക്ഷികളുടെ കളകൂജനങ്ങളെക്കാൾ മധുരം വണ്ടിൻ്റെ ശ്രുതിമധുരമായ ഈശ്വര അവതാര സുധാരസ, അങ്ങനെ പറയാം, ഭഗവാന്റെ സുധാരസ ആണ്. അപ്പം മറ്റുള്ളവരും ഉണ്ടാണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അല്പസമയം വിരമിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ആ ലോകത്തിലെ ജനങ്ങൾ ഹരിഭക്തന്മാരെന്ന് സംഗതി ഇരിക്കട്ടെ, പക്ഷികൾ കൂടെ അവിടെ ഹരികഥാശ്രവണത്തിൽ ആസക്തിയെ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് വർണ്ണിക്കുന്നു. പ്രാവുകൾ, കുയിലുകൾ, കുളക്കോഴികൾ, ചക്രവാകങ്ങൾ, അതായത് ആദ്യത്തെ മഴയിൽ ഉണ്ടാകുന്ന വെള്ളം മാത്രം കുടിക്കുന്ന പക്ഷികളാണ് ഈ ചക്രവാകങ്ങൾ. ചാതകങ്ങൾ, ഹംസങ്ങൾ, കിളികൾ, തിത്തിരികൾ, മയിലുകൾ മുതലായ പക്ഷികളുടെ കോലാഹലം, വണ്ടുകളുടെ അധിപൻ ഗാനം ചെയ്യുന്ന സമയം ഇവർ ഹരികീർത്തനം ചെയ്യുകയാണോ എന്നുള്ള ശ്രദ്ധ നിമിത്തം എന്ന പോലെ അല്പനേരത്തേക്ക് വിരതിയെ പ്രാപിക്കുന്നു. കാമൻ കോയറ്റായിട്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. 19 മന്ദാരകുന്ദകുരബോത്പല ചമ്പകർണ പുന്നാഗനാഗബകുളാംബുജപാരിജാതാം ഗന്ധേ അർച്ചിതേ തുളസികാഭരണേന തസ്യായസ്മിൻ സ്തപ സുമനസോ ബഹുമാനയന്തി ആണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, തുളസിയെ ആഭരണമായി ധരിച്ചിരിക്കുന്നവനാൽ, അതായത് സാക്ഷാൽ ശ്രീ വാസുദേവൻ, വാസന ആദരിക്കപ്പെട്ടപ്പോൾ യാതൊന്നിലെ പുഷ്പങ്ങൾ അതിൻ്റെ പുണ്യത്തെ ബഹുമാനിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. പക്ഷ്യാദികൾ ഹരിഭക്തിയിൽ താല്പര്യമുള്ളവയായിട്ട് കാണപ്പെടുന്നതിൽ ആശ്ചര്യപ്പെടേണ്ട. വൈകുണ്ഠത്തിലുള്ള ഉദ്യാന വൃക്ഷങ്ങളും ചെടികളും കൂടെ ഹരിഭക്തിയെ ആദരിക്കുന്നവയാകുന്നു എന്ന് വർണ്ണിക്കുന്നു. തുളസിയെ ആഭരണമായി സ്വീകരിച്ചിരിക്കുന്ന ഭഗവാൻ അതിൻ്റെ ഗന്ധത്തെ അധികം ആദരിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, മന്ദാരം, കുന്തം, കുരഭം, ഉൽപ്പലം, ചമ്പകം, അരളി, പുന്നാകം, നാഗകേസരം, ബകുളം, താമര, പാരിജാതം എന്നീ വൃക്ഷങ്ങളും പൂച്ചെടികളും വല്ലികളും അവയിലുള്ള പുഷ്പങ്ങളും തുളസി ചെയ്തതായ തപസ്സിനെ ബഹുമാനിക്കുന്നു. താമരേനും കൂടിയും പറഞ്ഞു. താമര പറയുമ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമാണ്. മഹാലക്ഷ്മിയുള്ള സ്ഥലത്ത് ഭഗവാനുണ്ട്. പക്ഷേ തുളസിയുടെ മണത്തിനെ ബീറ്റ് ചെയ്യാൻ താമരയ്ക്കും പറ്റില്ല. 20ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. തൽ സങ്കുലം ഹരിപദാനദിമാത്ര ദൃഷ്ടേ വൈദൂര്യമാരകത ഹേമമയേർവിമാനേ യേഷാം ബൃഹത്കടിതടാസ്മിതശോഭിമുഖ്യ കൃഷ്ണാത്മനാം നരജ ആധതുരുത്സമയാദ്യൈ. അതായത് അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ്? ഹരിപദത്തിൽ നമസ്കരിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കപ്പെടുന്നവയും, നോ അതർ ഇവൻസ്. ഹരിപദത്തിൽ നമസ്കരിക്കുന്നത് കൊണ്ട് മാത്രം ലഭിക്കപ്പെടുന്നവയും വൈദൂര്യം, മരകതം, സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയുമായ വിമാനങ്ങളാൽ ആ ലോകം നിറഞ്ഞതായിരിക്കുന്ന തടിച്ചിരിക്കുന്ന കടിതടത്തോടു കൂടിയവരും മന്ദഹാസത്താൽ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവരുമായി സ്ത്രീകൾ പരിഹാസാദിഭാവങ്ങളാൽ കൃഷ്ണനിൽ മനസ്സോടുകൂടിയ യാതൊരുത്തർക്ക് രജോഗുണ വികാരത്തെ ജനിപ്പിച്ചില്ല.
എത്രയോ കേമത്തിമാരുണ്ട്. പക്ഷെ അവർക്കാർക്കും തുളസിയുടെ ഗന്ധത്തിൽ മുഴുകിയിരിക്കുന്ന വാസുദേവനിൽ ഭക്തി രസപ്രധാനമായിരിക്കുന്ന സ്ത്രീകളെ വികാരം കൊള്ളിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. മൈ ഗോഡ് അല്ലേ. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. നൈശ്രേയസം എന്ന ഉദ്യാനത്തെ വർണ്ണിച്ച ശേഷം വൈകുണ്ഠത്തെ തന്നെ പിന്നെയും വർണ്ണിക്കുന്നു. കൃഷ്ണഭക്തി കൊണ്ടു മാത്രം സിദ്ധിക്കുന്നവയും വൈഡൂര്യം. ഇതിന് മുമ്പൊരു സ്ഥലത്ത് വൈദൂര്യം എന്നാണ്. അപ്പം ഞാൻ തന്നെ എന്താണെന്നാ പറയുക, ഇപ്പോൾ വൈഡൂര്യം എന്നാണ് അല്ല വൈദൂര്യം ആണ് ശരിയെന്ന് പറയണം വിചാരിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ എ സെക്കൻഡ് എന്നുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ വൈഡൂര്യം കിട്ടി. അപ്പോൾ ആ വൈദൂര്യം എന്നുള്ളതാണ് തെറ്റ് പരമശയിലെ. അപ്പോൾ പറഞ്ഞു, പിന്നെ നൈശ്രേയസം എന്ന ഉദ്യാനത്തെ വർണ്ണിച്ച ശേഷം വൈകുണ്ഠത്തെ തന്നെ പിന്നെയും വർണ്ണിക്കുന്നു. കൃഷ്ണഭക്തി കൊണ്ട് മാത്രം സിദ്ധിക്കുന്ന വൈഡൂര്യം, മരതകം, സ്വർണം എന്നിവകൊണ്ട് നിർവചയുമായ വിമാനങ്ങൾ വൈകുണ്ഠത്തിൽ ഏതു ഭാഗത്തും പൂർണ്ണമായിരിക്കുന്നു. അതിലിരുന്ന് കൃഷ്ണനെ തന്നെ ഭജിക്കുന്ന മനസ്സ് ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കയാൽ തടിച്ചിരിക്കുന്ന കടിതടത്തോടും മന്ദഹാസത്താൽ വിളങ്ങുന്ന മുഖത്തോടും കൂടിയ പരമസുന്ദരികളുടെ ഹാസാദിഭാവങ്ങൾക്ക് ഇവരുടെ മനസ്സിൽ കാമവികാരം ജനിപ്പിക്കുന്നതിന് സാധിക്കാതെ തന്നെ ഇരിക്കുന്നു. അപ്പം മതാലസയായിട്ട് കാര്യമില്ല. ഭക്തിയാണ്. ഏതൊരു മതാലസയാണെങ്കിലും ഭക്തിയുടെ മുന്നിൽ തോറ്റുപോകുന്നർത്ഥം. 21ാമത്തെ ശ്ലോകം. ശ്രീരൂപിണീ കൊണയതീ ചരണാരവിന്ദം ലീലാംബുജേന ഹരേ സത്മനി മുക്തദയോഷാം സംലക്ഷതേ സ്ഫടികഗുണ്ഠ്യ ഉപേദഹേംനി സമ്മാർജതീവയതുഗ്രഹണേ അന്യയത്നാം. താമരപ്പൂ പോലെ ഇരിക്കുന്ന പാദത്തെ ശബ്ദിപ്പിക്കുന്ന രൂപം ധരിച്ചിരിക്കുന്ന ലക്ഷ്മി ദേവി ലീലയ്ക്കായി ധരിച്ചിരിക്കുന്ന താമരപ്പൂവോടുകൂടിയ നിവർത്തിയ കൈയിനാൽ വൈകുണ്ഠത്തിൽ അടിച്ചു വാരുന്നവളോ എന്ന് തോന്നുമാറ്. വൈകുണ്ഠത്തിൽ അടിച്ചു വാരുന്നവളോ എന്ന് തോന്നുമാറ് പതിച്ചിരിക്കുന്ന സ്വർണത്തോടു കൂടിയ സ്ഫടിക നിർമ്മിതമായ ഭിത്തിയിൽ കാണപ്പെടുന്നു. യാതൊരുവളുടെ അനുഗ്രഹം സാധിപ്പാനായിട്ട് അന്യന്മാർ പണിപ്പെടുന്നു. അതായത് ഈ വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മിയുടെ അവസ്ഥയാണ് പറഞ്ഞത്. അവിടുത്തെ ദാസിയായിട്ടാണ് മഹാലക്ഷ്മി ഇരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, പിന്നെ അതായത് സ്ഫടിക നിർമ്മിതമായ ഭിത്തിയിൽ കാണപ്പെടുന്നു. യാതൊരുവളുടെ അനുഗ്രഹം സാധിപ്പാനായിട്ട് അന്യന്മാർ പണിപ്പെടുന്നു. സാധാരണക്കാർ ലക്ഷ്മി നാരായണ പൂജ പറഞ്ഞിട്ട് ലഹള കൂട്ടുകയാണ്. എന്നാൽ ലക്ഷ്മി ഉണ്ടാവുന്ന, പക്ഷേ വൈകുണ്ഠത്തിലുള്ളവർക്ക് ആ ലക്ഷ്മിയോട് താല്പര്യമില്ല. ഇതാണ് പറഞ്ഞതിന് താല്പര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ബ്രഹ്മാദികളായ അന്യദേവന്മാർ യാതൊരുവളുടെ പ്രസാദം ലഭിപ്പാനായിട്ട് പരിശ്രമിക്കുന്നുവോ ആ ലക്ഷ്മി ദേവി മനോഹരമായ രൂപത്തെ ധരിച്ച് താമരപ്പൂ പോലെ മനോഹരമായ കാലിലിരിക്കുന്ന ചിലമ്പുകളെ മന്ദമായി സംധിച്ചുകൊണ്ട് ലീലയ്ക്കായി പിടിച്ചിരിക്കുന്ന താമരപ്പൂവോടുകൂടിയ കരത്തെ നീട്ടിക്കൊണ്ട് വൈകുണ്ഠത്തെ അടിച്ചു വാരുന്ന വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നുവോ എന്ന് തോന്നുമാറ് അവിടെ സ്വർണ്ണത്തകിടു പതിച്ചിരിക്കുന്ന വൈഡൂര്യ നിർമ്മിതമായ ചുമരിൽ പ്രതിഫലിച്ച് കാണപ്പെടുന്നു. അല്ലാണ്ട് അടിച്ചു വാരുന്നുണ്ട് എന്നല്ല കേട്ടോ പറഞ്ഞത്. ഇനി അത് ശ്രദ്ധിക്കണം. അപ്പോൾ 22ാമത്തെ ശ്ലോകം പറയണു. വാപീഷു വിദ്രൂമതടാസ്വമലാമൃതാപ്സു പ്രേഷ്യാന്വിതാ നിജവനേ തുളസീഭിരീശം അഭ്യർച്ചതി
സ്വളകമുന്ന സമീക്ഷ്യ വക്ത്രമുച്ചേഷിതം ഭഗവതേത്യമതാംഗയശ്രീ. അല്ലയോ ദേവന്മാരെ, പവിഴം കൊണ്ടുള്ള തീരപ്രദേശത്തോടും നിർമ്മലവും അമൃതതുല്യവുമായ ജലത്തോടും കൂടിയ തടാകങ്ങളിൽ ശോഭനമായ അളകത്തോടും ഉന്നതമായ നാസികയോടും കൂടിയ മുഖത്തെ നോക്കിയിട്ട് ഭഗവാനാൽ ചുംബിക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് പരിചാരകസഹിതയായിട്ട് ലക്ഷ്മീദേവി തൻ്റെ ഉദ്യാനത്തിൽ തുളസീദളങ്ങൾ കൊണ്ട് ഈശ്വരനെ ആദരവ് കൂടി പൂജിക്കുന്നവളായിരിക്കുന്നു. താമര കൊണ്ടല്ല, തുളസി കൊണ്ടാണ് പൂജിച്ചത് ലക്ഷ്മീദേവി. അല്ലയോ, ഞാൻ ഭാവാർത്ഥം, അല്ലയോ ദേവന്മാരെ, യാതൊരു ലോകത്തിൽ പവിഴം കൊണ്ട് കെട്ടിപ്പടുത്തതും അമൃതതുല്യമായ ജലം നിറഞ്ഞു നിൽക്കുന്നതുമായ തടാകങ്ങളിൽ ലക്ഷ്മീദേവി തൻ്റെ മുഖകാന്തി വിശേഷത്തെ നോക്കിക്കാണുന്നു. അപ്പോൾ അളകങ്ങളുടെ ശോഭയും നാസികയുടെ മനോജ്ഞയും ഇത്ര അധികമായിരിക്കുന്നത് ഭഗവാൻ അതിന്മേൽ ചുംബനം ചെയ്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് ആ ഭഗവത് പ്രസാദത്തെ ആദരിപ്പാനായിട്ട് ദാസി സമേതം പൂങ്കാവിൽ പ്രവേശിച്ച് തുളസീദളങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു. ഇതൊക്കെ നമ്മൾക്കുള്ള പാഠങ്ങളാണ്. ഏതെങ്കിലും ക്ഷേത്രത്തിലെ പേരും പെരുമയും കിട്ടാൻ വേണ്ടി താമരപ്പൂ കൊണ്ട് ഞാൻ വിഷ്ണുവിനെ പൂ മൂടുക എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരെ മൂക്കിന്ന് കൈവയ്ക്കും, ഭാഗവതം അറിയണവരെ. കാരണം എന്താ? തുളസിക്കാണ് പ്രധാനം, താമരയ്ക്കല്ല അവിടെ. അതുകൊണ്ടാണ്, അല്ലാതെ കൊണ്ടൊന്നുമല്ല. യന്നവ്രജന്ത്യഗഭിതോ രചനാനുവാദാൽ ശൃണ്വന്തിയേ അന്യവിഷയാകുകുധാമദിഗ്നി യാസ്തു ശ്രുതാഹതഭഗേ നൃഭിരാത്തസാരാംസ്താം ക്ഷിബന്ധ്യശരണേഷു തമ സുഹന്താം. പാപത്തെ സംഹരിക്കുന്നവൻ്റെ നിർമ്മാണാദിയെ അനുവദിക്കുന്നതിൽ നിന്ന് അന്യമായ വിഷയത്തോടു കൂടിയവയും വിചാരശക്തിയെ നശിപ്പിക്കുന്നവയുമായ കുൽസിത കഥകളെ, കുൽസിത കഥകൾ വേണ്ടാന്നർത്ഥം. അതായത് ഇക്കിളിപ്പെടുത്തുന്ന കഥകളല്ല വേണ്ടത്, വിചാരധാരകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വേണ്ടത്. അപ്പോൾ ആർ കേൾക്കുന്നുവോ, കുൽസിത കഥകളെ ആർ കേൾക്കുന്നുവോ അവർ യാതൊന്നിനെ പ്രാപിക്കുന്നില്ല. നശിപ്പിച്ചിരിക്കുന്ന പുണ്യത്തോടുകൂടിയ മനുഷ്യരാൽ കേൾക്കപ്പെട്ടവയും പോയ സാരത്തോടു കൂടിയവയുമായ യാതൊന്നുകൾ അതാതാളുകളെ രക്ഷ കിട്ടാതിരിക്കുന്ന അന്ധകാരത്തിൽ ക്ഷേപിക്കുന്നു. അന്ധകാരത്തിൽ പ്രവേശിക്കണമെന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം, ഹരികഥ കേൾക്കുന്നവർക്ക് വൈകുണ്ഠപ്രാപ്തിയെ ഫലത്വേന കാണിച്ചതിൽ പിന്നെ ഹരികഥ കേൾക്കുന്നവരും ഹരികഥ പറയുന്നവർക്കും വൈകുണ്ഠപ്രാപ്തി ഉറപ്പാക്കി. എന്നിട്ട് പറയണു, ഫലത്വേന കാണിപ്പിച്ചതിൽ പിന്നെ അത് കേൾക്കാത്തവരുടെ കഷ്ടാവസ്ഥയെ പറയുന്നു. അത് കേൾക്കാത്തവർ സജ്ജന സജ്ജന സത്സംഗത്തിൽ വരാൻ സാധിക്കാത്തവരുടെ കാര്യം. സകല പാപങ്ങളെയും തീർക്കുന്ന ഭഗവാന്റെ ലോകനിർമ്മാണാദി കഥകളിൽ സംബന്ധപ്പെടാതെ ഇരിക്കുന്ന അന്യവിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നവയും മിഥ്യാകാര്യങ്ങളിൽ ആഗ്രഹം ജനിപ്പിക്കുന്നവയാൽ വിചാരശക്തിയെ നശിപ്പിക്കുന്നതുമായ കുൽസിതകളെ കേൾക്കുന്നവർ ആ ലോകത്തെ പ്രാപിക്കുകയില്ല. എന്നു തന്നെയല്ല, കേൾക്കുന്നവരുടെ ബുദ്ധിഗുണത്തെ ദുഷിപ്പിക്കുന്ന ആ കഥകൾ കേൾക്കുന്ന ആളുകളെയെല്ലാം കരയില്ലാത്ത നരകങ്ങളിൽ തള്ളിവിടുന്നു. കരയുള്ളതാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, കരയില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 24-ാമത്തെ ശ്ലോകം. യേ അഭ്യർത്ഥിതാമഭിചനോ നൃഗതിം പ്രപന്നാജ്ഞാനം ച തത്വവിഷയം സഹധർമ്മയത്ര നാരാധനം ഭഗവതോ വിതരന്ത്യമുഷ്യ സമ്മോഹിതാ വിതതയാ ബദമായയാതേ. ഞങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന മനുഷ്യഭാവത്തെ പ്രാപിച്ചിരിക്കുന്ന യാതൊരുത്തർ
ഈ ഭഗവാന്റെ ആരാധനത്തെ ചെയ്യുന്നില്ലയോ? അതൊരു ജന്മലാഭത്തിൽ തത്വത്തെ ആശ്രയിച്ചതും ധർമ്മത്തോടുകൂടിയതുമായ അറിവുണ്ടാകുന്നുവോ അവർ എങ്ങും വ്യാപിച്ചിരിക്കുന്ന മായയാൽ ഏറ്റവും മോഹിക്കപ്പെട്ടവരാകുന്നു. കഷ്ടം. ആരാ മോഹിക്കപ്പെട്ടുള്ളത്? എങ്ങും വ്യാപിച്ചിരിക്കുന്ന മായയിൽ മോഹിച്ചിട്ടുള്ളവർ, ഈശ്വര കഥകളിൽ മോഹിക്കാത്തവർ. ഭാവാർത്ഥം പറയണു. യാതൊരു ജന്മത്തിൽ ധർമ്മവും പരമാത്മാവിൻ്റെ സൂക്ഷ്മാവസ്ഥയെ സംബന്ധിച്ച് പരമാർത്ഥമായ അറിവും സമ്പാദിക്കുവാൻ സാധിക്കുമോ? ബ്രഹ്മാദികളായ ഞങ്ങൾ കൂടെ ആഗ്രഹിക്കുന്നതായ ആ മനുഷ്യജന്മം ലഭിച്ചിട്ടും കൂടെ ആർ ആ ഭഗവാനെ ആരാധിക്കുന്നില്ലയോ? അവർ ഭഗവാന്റെ അനാദിയായ മായാശക്തിയാൽ മോഹിക്കപ്പെട്ടവരാകുന്നു. അനാദിയായ മായാശക്തിയാൽ. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് നാളെ കാണാം. നമസ്കാരം.